എസ്കേൻ ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ കണ്ടു ആ ദിവസങ്ങളിൽ. അതിലൊരാളാണ് അഭിജിത്തിനെ നമ്മൾ കണ്ടത്. അഭിജിത്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ അടക്കം 12 ബന്ധുക്കളുടെ സ്നേഹത്താൽ നഷ്ടമായ അഭിജിത്താണ്. അഭിജിത്തിന്റെ ജീവിതം ഒന്ന് കാണാം എസ്കേൻ നമുക്ക് ഈ സ്ക്രീനിൽ. കോരിച്ചൊരിയുന്ന മഴയുള്ള രാത്രിയിൽ അഭിജിത്തിന്റെ വീട്ടിലെ മുഴുവൻ ആളുകളും വലിയ സന്തോഷത്തിലായിരുന്നു. ജീവിതത്തിൽ ഇന്നുവരെ കുടുംബാംഗങ്ങളെ ഇത്ര സന്തോഷത്തോടെ കണ്ടിട്ടില്ലെന്ന് അഭിജിത്ത്. എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല. തലച്ചു വന്ന വെള്ളത്തിനൊപ്പം ആ കുടുംബത്തെ ഒന്നാകെ ഉരുൾ വിഴുങ്ങി. ഇന്ന് ആ സ്ഥലം കണ്ടാൽ പോലും തിരിച്ചറിയില്ലെന്ന് അഭിജിത്ത്. ഒരു സമയത്ത് ഇവിടെ ഒന്നും കുഴപ്പമില്ല, അവിടെ നല്ല ഇതാണ്, എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. മഴയൊന്നും അത്രയില്ല, മഴ ഉണ്ട് പക്ഷെ അത്ര പ്രശ്നമൊന്നുമില്ല. പുഴയിലൊക്കെ ഭയങ്കര വെള്ളമാണെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറയില്ല. പിന്നെ ചിരിച്ചൊളി സംസാരിച്ചു. അന്ന് ആദ്യമായിട്ട് ചിരിച്ചൊളി സംസാരിക്കണല്ലോ ഫോണിലൂടെ. ഞാൻ സംഭവിക്കുന്ന അറിയില്ലല്ലോ, അതിൻ്റെ ഒരു മുന്നേ ഒരു ഇത് വന്നത് തോന്നുന്നു. എല്ലാവരോടും വീട്ടിലുണ്ടായ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. പോയി കണ്ടുകൊണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ അഡ്രസ്സ് ഇല്ല, വീടുണ്ടായിരുന്നൊരു ഇതില്ല, സ്ഥലം പോലെ അല്ല, വേറെ സ്ഥലത്തേക്ക് പോയല്ലേ. അച്ഛൻ സുബ്രഹ്മണ്യൻ, അമ്മ ബബിത, സഹോദരി, സഹോദരൻ, മുത്തശ്ശി, ബന്ധുക്കൾ എന്നിങ്ങനെ ആ രാത്രിയിൽ വീട്ടിലുണ്ടായിരുന്ന 12 പേരെയാണ് അഭിജിത്തിന് നഷ്ടമായത്. 4 മണിക്ക് വിളിച്ച സമയത്ത് ഞാൻ അതാ വിചാരിച്ചത്, ഇതേപോലെ ഇരിക്കുന്നു. പക്ഷേ ന്യൂസ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്കൂളിൻ്റെ അവിടെയൊക്കെ എത്തിയെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു ഹോട്ടലാണ്. ഉരുൾപൊട്ടലിൽ അഭിജിത്തിന്റെ കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ മുഴുവൻ വീടും നഷ്ടമായി. നടുക്കുന്ന ഓർമ്മയിൽ നിന്ന് ഇപ്പോഴും കരകയറിയിട്ടില്ല. താഴോട്ട് ഓടുമ്പോൾ ഞങ്ങളെന്ത് ചൂരൽമല റൂട്ടിലേക്ക് അങ്ങോട്ടാണ് ഓടുന്നുണ്ടായത്. അപ്പോൾ എവിടെ പോട്ടി, നമ്മൾ അമ്പലക്കുന്നല്ലേ, അവിടെ നിന്നൊരു കുഴപ്പമില്ല, അതുകൊണ്ട് ഞങ്ങൾ ടൗണിലേക്കാണ് ഓടുന്നുണ്ടായത്. ഓടുമ്പോൾ അവിടെ നിന്നൊരു പെട്ടെന്ന് ഒരു ശ്രീ കൗസല്യ പറഞ്ഞൊരു ചേച്ചി വരുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്, ചൂരൽമലയ്ക്ക് ഓടല്ലേ, അവിടെയാണ് പൊട്ടി, അമ്പലമൊന്നുമില്ല, ടൗൺ അമ്പലമൊന്നുമില്ല എന്ന് പറയുന്നത് കേൾക്കണം, അങ്ങോട്ട് പോവല്ലേ, നമുക്ക് മാനേജറെ ബംഗ്ലാവിലേക്കാണ് പോകാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ അച്ഛനും അമ്മയും എടുത്തിട്ട് ഞങ്ങൾ മാനേജറെ ബംഗ്ലാവിലേക്ക് പോയി. അവിടെയായിരുന്നു, അവിടെ പോകുമ്പോൾ 250 ആളുണ്ടായിരുന്നു, അവിടെയാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായത്. വലിയച്ഛൻ രാജ്കുമാറിന്റെ സംരക്ഷണയിലാണ് അഭി ഇപ്പോൾ കഴിയുന്നത്. ഈ കുടുംബത്തിന് നമ്മൾ ഓരോരുത്തരുടെയും സഹായം ആവശ്യമാണ്. ടീം 24. അഭിജിത്തിന്റെ ബന്ധുക്കളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അഭിജിത്തിന്റെ ബന്ധുക്കളെയും അഭിജിത്തിന്റെ പഠന സഹായം നമ്മൾ ഈ വേദിയിൽ വെച്ച് വാഗ്ദാനം ചെയ്യുകയാണ്. അഭിജിത്ത് പഠിച്ച് മിടുക്കനായ ആളായി മാറട്ടെ. അപ്പോൾ അഭിജിത്തിന് എത്രത്തോളം പഠിക്കണമോ അത്രത്തോളം അഭിജിത്തിന് പഠിക്കാൻ പറ്റും. അഭിജിത്തിന് എന്താണ് ആഗ്രഹം? ഹോട്ടൽ മാനേജ്മെന്റ്. അഭിജിത്തിന്റെ ആഗ്രഹം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനാണ്. അപ്പോൾ മോൻ്റെ ലക്ഷ്യം അതാണല്ലേ, ആഗ്രഹം അതാണല്ലേ? അതുപോലെ നടക്കട്ടെ. അതിനുവേണ്ടി എല്ലാ സഹായവും എല്ലാ തരത്തിലുള്ള പിന്തുണയും അഭിജിത്തിന്റെ പഠനത്തിന് ആവശ്യമായ മുഴുവൻ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, ഓക്കെ. താങ്ക് യു അഭിജിത്ത്. ഇത്രയും വലിയൊരു ഉപകാരം ഗോകുലത്തിൻ്റെയും അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇത് എല്ലാവർക്കും ഒരു മുന്നോട്ട് വരാനുള്ള ധൈര്യമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. താങ്ക് യു.